ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്യാപ്പ് റീഫണ്ടിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ പലരും കേട്ടിരിക്കും ന്യൂസിലാൻഡിലെ ക്യാപ്പ് റീഫണ്ടിങ് നിർത്താനായിട്ട് പോവുകയാണ്, അത് ഓൾറെഡി നിർത്തി, അങ്ങനെ പല ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇത് ഓൾറെഡി ക്യാപ്പ് റീഫണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു? അത് എത്ര കാലം വരെ, ആർക്കൊക്കെ ഇനിയും അപ്ലൈ ചെയ്യാം, അത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ന്യൂസിലാൻഡിൽ ക്യാബ് റീഫണ്ടിങ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നഴ്സസിന് ഒരു സിവിയർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, ഹൈ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പീരീഡിൽ, അതായത് കോവിഡ് ടൈമിലൊക്കെയാണ് ഈ ക്യാപ്പിൻ്റെ റീഫണ്ടിങ് സിസ്റ്റം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആ സിറ്റുവേഷൻ അല്ല. ഇവിടെ നഴ്സസ് ഇഷ്ടംപോലെ നഴ്സുമാരുണ്ട്. ക്യാപ്പ് കഴിഞ്ഞവർ ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ജോലി കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ക്യാപ്പിൻ്റെ റീഫണ്ടും കൂടെ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം അവർക്ക് ഇല്ല. കാരണം നഴ്സസിനെ ഇവിടെ ന്യൂസിലാൻഡിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ ക്യാപ്പ് റീഫണ്ടിങ് സമ്പ്രദായം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇഷ്ടംപോലെ നഴ്സുമാർ ഇവിടെ അവൈലബിൾ ആണ്. അവർ ജോലി കിട്ടാനായിട്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ക്യാപ്പ് റീഫണ്ടിങ് ഇപ്പോൾ നിർത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചില സെക്ടറിൽ ഓൾറെഡി ഈ ക്യാപ്പ് റീഫണ്ടിങ് നിർത്തിയിട്ടുണ്ട്. എന്നാൽ ചില സെക്ടറിൽ കുറച്ച് മാസങ്ങൾ കൂടെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം. ഇവിടുത്തെ ന്യൂസിലാൻഡിലെ ഗവൺമെൻറ് സൈറ്റായ തിഫാത്തു ഓറയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ക്യാപ്പ് റീഫണ്ടിങ് പ്രോഗ്രസീവ്ലി അവരത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ഓവർ 3 months, അതുപോലെ അപ് ടു 30 September 2024 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ജോബ് ഓഫർ 31st May 2024 ശേഷമാണ് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓഫർ കിട്ടിയിരിക്കുന്നതെങ്കിൽ ക്യാപ്പ് റീഫണ്ടിങ് ഇനി കിട്ടുന്നതായിരിക്കില്ല. അത് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഹെൽത്ത് ന്യൂസിലാൻഡ്, അതർ ഗവൺമെൻറ് ഏജൻസീസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഷോർട്ട് ടൈം എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ്, ഇങ്ങനെയുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ 31st May 2024 ശേഷമാണ് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് ഓഫർ കിട്ടി കയറുന്നത്, എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ക്യാപ്പ് റീഫണ്ടിങ് ഓൾറെഡി അവർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി 31st May 2024 മുമ്പാണ് ജോബ് ഓഫർ കിട്ടി നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് ക്യാപ്പ് റീഫണ്ടിങ്ങിന് ഇനിയും അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ ടൈമുണ്ട്. നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് 30 June 2024 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ജൂൺ മാസമാണ്, കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. ഇനി ആരെങ്കിലും ഈ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എലിജിബിൾ ആണ് ഇത് അപ്ലൈ ചെയ്യാൻ എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം അവർ കൊടുത്തിരിക്കുന്നത്, 30 September 2024 മുമ്പ് നിങ്ങൾക്ക് ജോബ് എംപ്ലോയ്മെൻറ്റ് ലഭിച്ച് നിങ്ങൾക്ക് ജോലിക്ക് കയറാനായിട്ട് കഴിഞ്ഞാൽ, അത് ഗവൺമെൻറ് സെക്ടറിലല്ല, ഏജ് കെയർ സെക്ടറിൽ, ഏജ് റെസിഡൻഷ്യൽ കെയർ, കമ്മ്യൂണിറ്റി കെയർ, പ്രൈമറി കെയർ, അപ്പോൾ ഈ ഇടങ്ങളിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടി 30 September 2024 മുമ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപ്പ് റീഫണ്ടിന് എലിജിബിൾ ആയിരിക്കും. അപ്പം അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 31st October 2024 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഈ 31st October 2024 കൊണ്ട് ക്യാപ്പ് റീഫണ്ടിങ് എല്ലാ സെക്ടറിലും കംപ്ലീറ്റ് ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും എന്നതാണ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഓൾറെഡി ഗവൺമെൻറ് സെക്ടറിൽ ക്യാപ്പ് റീഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ജോബ് ഓഫർ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുമ്പ് കിട്ടിയവരാണെങ്കിൽ കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാണ്ട്, ഈ മന്ത് ലാസ്റ്റ് വരെ. ഏജ് കെയർ സെക്ടറിൽ കുറച്ചുകൂടെ ടൈം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞിരിക്കുന്നത് 30 September 2024 വരെ ജോബ് കിട്ടിയവർക്കാണെങ്കിൽ, അതിന് മുമ്പ് ജോബ് കിട്ടിയവർക്കാണെങ്കിൽ ഏജ് കെയർ സെക്ടറിൽ ക്യാപ്പ് റീഫണ്ടിങ്ങിനായിട്ട് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ്, അപ്പം ഫൈനൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 31st October ആണ്. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള ഫൈനൽ ഡേറ്റ് 31st October 2024. ആ ഡേറ്റ് കൊണ്ട് ക്യാപ്പ് റീഫണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്.
ഇതെങ്ങനെയാണ് ക്യാപ് റീഫണ്ടിങ്ങിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന ഡേറ്റിനുള്ളിലാണ് നിങ്ങളുടെ ജോബ് ഓഫർ കിട്ടിയിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫസ്റ്റ് നമ്മൾ ക്യാപ് റീഫണ്ടിങ്ങിനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇൻവോയ്സ്, നമ്മൾ ക്യാപ്പിന് എത്ര എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്തത്, അത് പല ഓരോ കോളേജിനെ ബേസ് ചെയ്തത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലർ വൺ ടൈം പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ചില കോളേജിൽ അത് 2 പാർട്ടായിട്ടായിരിക്കും, പാർട്ട് എ പാർട്ട് ബി അങ്ങനെ 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാകുക. അപ്പം ഫസ്റ്റ് ഇപ്പം എൻ്റെ കാര്യമാണല്ലോ, ഞാൻ ലോൺസ്ഡേയിലായിരുന്നു എൻ്റെ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ 2 സെക്ഷനായിട്ടായിരുന്നു അതിൻ്റെ പേയ്മെൻറ്റ്. അതായത് തിയറി പാർട്ട് 1 മുമ്പ് ഒരു പേയ്മെൻറ്റും പാർട്ട് 2 മുമ്പ് സെക്കൻഡ് പേയ്മെൻറ്റും. അപ്പോൾ 2 ഇൻവോയ്സാണ് നമുക്ക് കിട്ടുക. അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു ഇൻവോയ്സ് നമുക്ക് നമ്മുടെ കോളേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്യാപ്പ് കഴിഞ്ഞിറങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കോളേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു ഇൻവോയ്സ് ആയിട്ട് കിട്ടും. അത് ആ ഒരു ഇൻവോയ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, നമ്മളൊരു ഇമെയിൽ ഐ ഡിയിലോട്ട് നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇമെയിൽ ഐ ഡി nursingcontracts.tas.health.nz. ആ ഒരു ഇമെയിൽ അഡ്രസ്സിലോട്ട് നമ്മൾ ക്യാപ് റീഫണ്ടിങ്ങിനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോമുണ്ട്, ഐക്യോൻ ക്യാപ് ഫണ്ടിങ് രജിസ്ട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ ക്യാപ് പ്രൊവൈഡർ, ഏത് കോളേജിലാണ് നമ്മൾ പഠിച്ചത് ആ ക്യാപ് പ്രൊവൈഡറിൻ്റെ നെയിം അതിൽ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് ക്യാപ്പ്, കൺട്രി ഓഫ് ഇനീഷ്യൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ, അതുപോലെ കൺട്രി ഓഫ് കറണ്ട് നഴ്സിംഗ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തത് നമ്മൾ ആ ഫോം ഈ പറഞ്ഞ ഇമെയിൽ അഡ്രസ്സിലോട്ട് അയക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ മെയിൽ അയച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ മെയിൽ ഐ ഡിയിൽ നിന്ന് നമുക്കൊരു റിപ്ലൈ വരും, ഒരു ഫോം അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു ഫോം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട്. അതായത് കംപ്ലീറ്റഡ് ഐക്യുഎൻ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഫോം അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ അയച്ചു കൊടുക്കാനായിട്ട് അവർ പറയുന്നുണ്ടാകും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് പാസ്പോർട്ട് കൊടുക്കുക. പ്രൂഫ് ഓഫ് ലീഗൽ റൈറ്റ് ടു വർക്ക് ഇൻ ന്യൂസിലാൻഡ്, അതായത് നമ്മുടെ വർക്ക് വിസയുടെ കോപ്പി. പിന്നെ വരുന്നത് വെരിഫിക്കേഷൻ ദാറ്റ് യു കമൻസ്ഡ് എ ക്യാപ് സിൻസ് 1st August 2022 ഫ്രം ആൻ അക്രഡിറ്റഡ് ക്യാപ് പ്രൊവൈഡർ. അപ്പോൾ ഇതിനുള്ള ഒരു കോപ്പി നമുക്ക് നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേപ്പർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ക്യാപ്പിൻ്റെ ഇൻവോയ്സ്, എത്രയാണ് നമ്മുടെ പേയ്മെൻറ്റ് നമ്മൾ പേ ചെയ്തത് അതിൻ്റെ ആ ഒരു ഇൻവോയ്സ്. പിന്നെ നമ്മുടെ APC ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. പിന്നെ വേണ്ടത് ജോബ് ഓഫറാണ്, ജോബ് ഓഫറിൻ്റെ ഒരു കോപ്പി നമ്മളിതിൽ വെക്കുക. പിന്നെ വേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ്. പിന്നെ വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും, അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഈ പറഞ്ഞ ഡോക്യുമെൻസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പേര്, ഫസ്റ്റ് നെയിം, സർനെയിം, ഇമെയിൽ അഡ്രസ്സ്, പോസ്റ്റൽ അഡ്രസ്സ്, അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ. നമ്മുടെ APC കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കൗൺസിലിൽ നിന്ന് കിട്ടും. ആ ഒരു 6 ഡിജിറ്റ് നമ്പർ നമ്മളവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ലീഗൽ റൈറ്റ് ടു വർക്ക് ഇൻ ന്യൂസിലാൻഡ് ഉണ്ടോ, അതായത് നമുക്ക് വർക്ക് വിസ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. കൺട്രി ഓഫ് ഇനീഷ്യൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ നഴ്സിംഗ് കോഴ്സ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, അത് കൊടുക്കുക. അതുപോലെ തന്നെ കൺട്രി ഓഫ് റീസെൻറ്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ, അത് ന്യൂസിലാൻഡ്. അതിനുശേഷം സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് യുവർ ക്യാപ് പ്രോഗ്രാം, ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്ത ആ ഡേറ്റ് നമുക്ക് അവിടെ കൊടുക്കാം. ക്യാപ് പ്രൊവൈഡർ, അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ക്യാപ് പ്രൊവൈഡേഴ്സ് അവിടെ ഉണ്ടാകും. അതിലേത് കോളേജിലാണ് നിങ്ങൾ പഠിച്ചത് ആ ക്യാപ് പ്രൊവൈഡറിൻ്റെ പേര് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് 1st August 2022 മുതലാണ് ഐ കമൻസ്ഡ് എ ക്യാപ് പ്രോഗ്രാം ഇൻ ന്യൂസിലാൻഡ് സിൻസ് 1st August 2022 ആൻഡ് ഐ ഹാവ് പ്രൊവൈഡഡ് വെരിഫിക്കേഷൻ ഫോർ ദിസ്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നമുക്ക് കോളേജിൽ നിന്ന് അതിനുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അത് യെസ് ടിക്ക് ചെയ്യുക.
അതിനുശേഷം കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ഫിനാൻഷ്യൽ കോസ്റ്റ് ഐ പെയ്ഡ് ഫോർ ദ ക്യാപ് പ്രോഗ്രാം വാസ് ഫോളോയിങ്. അപ്പോൾ എത്ര എമൗണ്ട് ആണ് നമ്മൾ ഈ ക്യാപ്പിന് വേണ്ടി പേ ചെയ്തത്, അതിൻ്റെ ബില്ല് ഇൻവോയ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ എത്ര ആണ് ആ എക്സാക്റ്റ് എമൗണ്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഐ ഹാവ് സബ്സിക്വൻ്റ്ലി ഒബ്റ്റൈൻഡ് ആൻ APC ഫ്രം ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ആൻഡ് പ്രൊവൈഡഡ് ദ വെരിഫിക്കേഷൻ. നമുക്ക് ഇവിടുന്ന് APC കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കിട്ടിയിട്ടുണ്ടോ യെസ് ഓർ നോ എന്നുള്ളതാണ്. അപ്പോൾ APC കിട്ടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് യെസ് കൊടുക്കുക. അതിനുശേഷം ജോബ് ഓഫർ, അതായത് ഒരു ഫോർമൽ ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട്, അത് എത്ര അവേഴ്സ് ആണെന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ എത്ര അവേഴ്സ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമുക്ക് ക്യാപ് റീഫണ്ട് കിട്ടുക. അതായത് ഒരു ഫുൾ ടൈം ജോബ് 40 അവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്, 1 FTE ആണെങ്കിൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റിന് എലിജിബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയയും പറഞ്ഞിരിക്കുന്ന ഡേറ്റും എല്ലാം മീറ്റ് ചെയ്യുവാണെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് റിട്ടേൺ കിട്ടാനായിട്ട് എലിജിബിൾ ആയിരിക്കും. നമ്മുടെ അവേഴ്സ് വർക്ക് ചെയ്യുന്നത് കുറവാണ്, ഫുൾ ടൈം ജോബാണോ പാർട്ട് ടൈം ജോബാണോ അതൊക്കെ അനുസരിച്ച് നമ്മുടെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര അവേഴ്സാണ് വർക്ക് ചെയ്യുന്നത് എന്നത് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. എത്ര FTE 0.8 FTE ആണോ 1 FTE ആണോ, അതുപോലെ 32 അവേഴ്സ് ആണോ 40 അവേഴ്സ്, എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജോബ് ഓഫറുള്ള ആ അവേഴ്സ് അത് കറക്റ്റായിട്ട് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആ ഫോമിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ FTEക്ക് എത്ര പേയ്മെൻ്റ് ആണ് മാക്സിമം അവർ റിട്ടേൺ, അതായത് റീഫണ്ട് തരുന്നത് എന്നതിനെ പറ്റിയും ആ ഒരു ഫോമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒന്ന് പറയാം. 1 FTE, അതായത് 40 അവേഴ്സ് ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ് ടു 10,000 ന്യൂസിലാൻഡ് ഡോളറിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. 0.9 FTE, അതായത് 36 അവേഴ്സ് ആണ് വീക്കിലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജോബ് ഓഫർ എങ്കിൽ 9,000 ന്യൂസിലാൻഡ് ഡോളറിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. 0.8 FTE, അതായത് 32 അവേഴ്സ് പെർ വീക്കാണ് എന്നുണ്ടെങ്കിൽ 8,000 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 0.7 28 അവേഴ്സ് ആണെങ്കിൽ 7,000, അതുപോലെ എൻ്റെ താഴോട്ടും. അപ്പോൾ എന്തായാലും ഒരു 32 അവേഴ്സ് അല്ലെങ്കിൽ മിനിമം ഒരു 30 അവേഴ്സ് എങ്കിലും എബോ ആയിരിക്കും നമ്മൾ നഴ്സസൊക്കെ സെലക്ട് ചെയ്യുക, നമുക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ആ ഒരു എത്ര എമൗണ്ട് ആണ് അതിൽ കിട്ടുക എന്നതിനെ പറ്റി ഓൾറെഡി അതിലൊരു മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇനി ഇതിന് ആരൊക്കെ എലിജിബിൾ അല്ല എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കാഷ്വൽ ജോബാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാപ് റീഫണ്ടിങ്ങിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല. അപ്പം ഫുൾ ടൈം അല്ലെങ്കിൽ പെർമനൻറ്റ് ആയിട്ടുള്ള ജോബായിരിക്കണം. പെർമനൻറ്റ് പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ക്യാപ് റീഫണ്ടിങ്ങിന് എലിജിബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ, പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, എനിക്ക് ക്യാപ് റീഫണ്ട് കിട്ടിയോ എന്നായിരിക്കും. എനിക്ക് ക്യാപ് റീഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ക്യാപ് റീഫണ്ടിങ് നിർത്താൻ പോകുന്നു എന്നത് ഒരിക്കലും ഒരു നല്ല ന്യൂസല്ല. ഒരു IQNനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ, അതായത് ഒരുപാട് പൈസ ഒക്കെ മുടക്കിയിട്ടായിരിക്കും നമ്മൾ ന്യൂസിലാൻഡിലോട്ട് ക്യാപ് ചെയ്യാനായിട്ട് വരുന്നത്. അതുപോലെ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ജോലി കിട്ടാനായിട്ട് കുറച്ച് മാസം വെയിറ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡാണ് ഇപ്പം കുറേ ആൾക്കാർ എനിക്ക് അറിയാം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ക്യാപ് റീഫണ്ടിങ് നിർത്തുന്നു എന്നതൊരു നല്ല വാർത്തയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഓൾറെഡി ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ ഓൾറെഡി എംപ്ലോയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ജോബ് ഏജ് കെയറിൽ ഈ പറഞ്ഞ ആ ടൈമിനുള്ളിൽ നിങ്ങൾക്കൊരു എംപ്ലോയ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഉടൻ തന്നെ ക്യാപ് റീഫണ്ടിങ്ങിനായിട്ട് പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത രീതിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് അയച്ച് കുറച്ച് കഴിഞ്ഞാണ് അവർ എനിക്ക് റിപ്ലൈ തന്നത്. ഈ ക്യാപ്, അതായത് ഇതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റിനുള്ള ഫോം അയക്കാനായിട്ടുള്ള, അതായത് ക്യാപ് റീഫണ്ടിങ്ങിനുള്ള
ആ ഫോം അയക്കാനായിട്ട്. നിങ്ങൾക്ക് ടൈം നിങ്ങൾ പറഞ്ഞ ഡേറ്റ് തീരാറായി എങ്കിൽ നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അയക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ ചെന്നാൽ അതായത് ഫതോറയുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഫോം എടുത്ത് നിങ്ങൾ ഓൾറെഡി APC ജോബ് ഓഫറും കിട്ടിയിട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഡേറ്റിനുള്ളിലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ആ ഫോം എടുത്ത് ആ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളവർക്ക് ഒന്നുകൂടെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഫോംസ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.